ന്യൂസ് റൂം കേരള ന്യൂസ് at 5 PM ഹെഡ്ലൈൻസ്. ജില്ലാ പഞ്ചായത്തിന്റെ എഡ്യൂക്കെയർ പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം നടന്നു. ബാലുശ്ശേരി GVHSSൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. 2023-24 വർഷത്തിൽ SSLC VHSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള അനുമോദനവും സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് കൈമാറി. കുഞ്ഞിമംഗലത്ത് കുറുക്കന്റെ കടിയേറ്റു. വയോധികർ ഉൾപ്പെടെയുള്ള 14 പേർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവരെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് പുറത്തിറങ്ങിയവർക്കും പ്രഭാത സവാരിക്കായി പോയവർക്കുമാണ് കടിയേറ്റത്. രാവിലെ 6:30-ഓടെയാണ് കുറുക്കൻ ഇവരെ ആക്രമിച്ചത്. ഓണക്കിറ്റ് 6 ലക്ഷം പേർക്ക് സപ്ലൈകോയിൽ 13 ഇനം ഭക്ഷ്യസാധനങ്ങൾക്ക് സബ്സിഡി. സംസ്ഥാനത്തെ AAY റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും 13 ഇനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളടങ്ങിയ ഓണക്കിറ്റ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യും. 6 ലക്ഷം പേർ ഗുണഭോക്താക്കളാകുന്ന ഈ സംരംഭത്തിന് 36 കോടി രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബാലുശ്ശേരിയിൽ മിന്നൽ പരിശോധന. കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. ബാലുശ്ശേരി സർക്കിളിൽ 12 മത്സ്യ സ്റ്റാളുകൾ ഉൾപ്പെടെ 25 മത്സ്യ സാമ്പിളുകൾ അടക്കം 45 സാമ്പിളുകൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പിച്ചു. കോർപ്പറേഷന്റെ ശുപാർശയ്ക്ക് അനുമതി നൽകി സർക്കാർ. ആമയിഴഞ്ചാൽ തോട്ടിലെ ശുചീകരണത്തിനിടെ മരണപ്പെട്ട ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകും. സബ്സിഡി വ്യവസ്ഥകൾക്ക് വിധേയമാണ് കോർപ്പറേഷൻ ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്നത്. ഇതിനായി 3 സെന്റിൽ കുറഞ്ഞ സ്ഥലം ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തും. ജോയിയുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നേരത്തെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്.